ഗൈസ്, വെൽക്കം ബാക്ക് ടു വാച്ച്. ഞാനിപ്പോൾ ഉള്ളത് ബസ്സിൽ എവിടെ പോകുന്നത് ചോദിച്ചാൽ ബാംഗ്ലൂർ ഫോർ മൈ ഹയർ സ്റ്റഡീസ്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ബസ്സിൽ പോകുന്നത് ബാംഗ്ലൂരിലേക്ക്. ആക്ച്വലി എനിക്ക് ട്രെയിനായിരുന്നു ബെറ്റർ, പക്ഷേ ഞാൻ പോകുന്ന ബസ് ഡയറക്റ്റ് എൻ്റെ പി ജിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം എക്സ്പെൻസ് കൂടുതലാക്കണ്ട വെച്ചിട്ട് ബസ്സിൽ തന്നെ പോകും. ട്രെയിനാകുമ്പോൾ അന്ന് ക്യാബ് പിടിച്ച് പോകണം, കുറേ ബുദ്ധിമുട്ട്. ഇപ്പോൾ പിന്നെ ബസ് ഓക്കെ ആക്കി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ ആരുമില്ല, ഞാനൊരു പെണ്ണേ ഇല്ല എൻ്റെ നാട്ടിൽ നിന്ന്. ഇവിടെ ആരോ ആൾക്കാർ കയറുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കയറുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ആൾക്കാർ കയറാൻ തുടങ്ങി. ഇത് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഫുഡാട്ടോ, ഫുഡും പിന്നെ അതിൽ കുറച്ച് സ്നാക്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലഗേജിൽ വെച്ചിട്ടില്ല. പിന്നെ ഇതാ അവസ്ഥ, ഇതൊക്കെ അവസ്ഥ. ഞാൻ പിന്നെ കട്ടറൊക്കെ ഇട്ട് അടച്ച്, എനിക്ക് പിന്നെ സേഫ്റ്റി ആയിട്ട് ഫീൽ ആവാത്തതുകൊണ്ട് ഞാൻ വേല് ഞാൻ ബുക്കാക്കുന്ന സമയം താഴെയൊക്കെ ഫുള്ളായിരുന്നു. അപ്പം ഞാൻ മേലെ ബുക്കാക്കിയത്, പക്ഷെ മേലെ എനിക്ക് അധികം കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ രാത്രി ഒന്ന് താഴെ വീഴുമെന്ന് എനിക്ക് പേടി, ഇറങ്ങാതിരിക്കേണ്ടി വരുമല്ലോ എന്നെ അവസ്ഥ. അപ്പോൾ ഇവിടുന്ന് എന്താ വെച്ചാൽ ബെഡ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട്, താഴേക്ക് പോകുന്ന പേടി. കുഴപ്പമില്ല, എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ്റടിക്കുന്നുണ്ട്, ഇവിടുന്നൊക്കെയോ കാറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെയാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് കാറ്റ് വരുന്നത്. പിന്നെ ആൾക്കാർ കയറുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. സമാധാനം, ആരെങ്കിലും ഒരാളെന്ന് ഞാൻ കണ്ടു. ഞാൻ ഇത്രയും സമയം പേടിച്ചാൽ വണ്ടിയിലിരിക്കട്ടെ, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊരു ധൈര്യം വേണ്ടേ. ഇവിടെ കുറേ സാധനങ്ങളുണ്ടോ, ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത്. ചാർജർ വെക്കുന്ന സാധനം, ഇവിടെ ഫോണ് നോക്കിയിടാം, ഇവിടെ ലൈറ്റാന്ന് തോന്നുന്നു. ഷോക്ക് വെച്ചതാ, ലൈറ്റ് കത്തുന്നില്ല. അതോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബസ് നല്ല കുലുങ്ങുന്നുണ്ട്. ഇതിൽ ഞാൻ എന്തായാലും താഴെ വീഴുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് സ്പേസേ ഉള്ളൂ. ഇതിൽ ഞാൻ എങ്ങനെ ഉറങ്ങാൻ വേണ്ട? ഉറങ്ങിയാലും ബസ് ഒരു ഹമ്പ തുള്ളിയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് താഴെ വീഴും. ബസ് എന്താ അറിയോ, കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെരിവുണ്ട്, ആ ചെരിവിൽ ഇങ്ങനെ ആയിപ്പോവും. നേരമണി ഞാൻ ബാംഗ്ലൂർ എത്തിയാൽ നാളെ രാവിലെ വേറെ വ്ളോഗിൽ എന്നെ കാണാൻ പറ്റും. വീഡിയോയിൽ കുറേ ഷെയ്ക്കിങ് ഉണ്ടാവും, എല്ലാം അഡ്ജസ്റ്റ് ആക്കണം. കാരണം എന്താ വെച്ചാൽ വണ്ടി കുലുങ്ങുന്നുണ്ട് നല്ലോണം. ഇതിൽ എങ്ങനെ ഉറങ്ങിയിട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആൾക്കാർ കൂടുന്തോറും അവർ പയ്യെ വണ്ടി ഓടിക്കുമായിരിക്കും ചിലപ്പോൾ. ഇതിലെങ്ങനെ ഉറങ്ങാൻ പറ്റും? പിന്നെ ബസ് ഓടിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് നന്നായാലേ ബസ് നേരെ ഓടിക്കും, അത് വേറെ കാര്യം. ഇതിലിവിടെ പിടിക്കാനില്ലതാ, ഇവിടെ മാത്രമേ പിടിക്കാനുള്ളൂ. ഈ സ്ഥലത്ത് വേണമെങ്കിൽ പിടിക്കാം, വേറെ കാര്യമൊന്നും ഇല്ലാട്ടോ. ശരിക്കും പറഞ്ഞാൽ വീണാൽ പോയി, താഴെയായിട്ടും വീണുണ്ടല്ലോ. എൻ്റെ ഉമ്മ നാളെ ബാംഗ്ലൂര് കാണില്ലേ ഞാൻ. എൻ്റെ അമ്മ 100 വട്ടം പറഞ്ഞതാ, നീ ട്രെയിനിൽ പോയിക്കോ നിനക്ക് സേഫ് അതാന്ന്. പറ്റില്ല, എനിക്ക് പി ജിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങണം എന്ന വാശിയിൽ ഞാൻ ബസ്സാണ് ബുക്ക് ചെയ്തത്. പക്ഷെ വേണ്ടായിരുന്നു, അമ്മ പറഞ്ഞാൽ ശരി. എപ്പോഴും അമ്മമാർ പറഞ്ഞ് നമ്മൾ കേൾക്കണം, കാരണം അവർ പറയുമ്പോൾ എപ്പോഴും ശരിയാവലുണ്ട്. പിന്നെ പി ജിയിലേക്ക് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് ക്യാബിന് വേറെ പൈസ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ രണ്ടും എക്സ്പെൻസ് സെയിമാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിനായിട്ട് ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ബസ് കയറാൻ വിചാരിച്ചതാണ് ഞാൻ. ഇങ്ങനെ കയറും ചെയ്തു. കയറിയിട്ട് അവസാനം ഇങ്ങനത്തെ പണിയായെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിൽ തന്നെ ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം, മിനിയാണ് ഞാൻ ട്രെയിനിന് നോക്കിയത്, അപ്പോഴത്തേക്ക് റിസർവേഷൻ ഉണ്ടായില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ഒക്കെ കൂടി. അപ്പോൾ ഞാൻ പിന്നെ ബസ് തന്നെ ഓർഡർ ചെയ്തേ, ബസ് തന്നെ ബുക്കാക്കി. വണ്ടി ഇപ്പോൾ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. സമാധാനം ആകപ്പാട് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. നാളെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ ഞാൻ കണ്ടിന്യൂ. ഒന്നും പറയാനില്ലല്ലോ, ചാർജും ഇല്ല ഫോണിനപ്പോഴത്തേക്ക്. കഷ്ടകാലത്തിന് ഞാൻ വീട്ടിൽ
പെട്ടെന്ന് ചാർജിനൊക്കെ മറന്നുപോയി. രാവിലെ തൊട്ടേ ഞാൻ പോകുന്നത് എല്ലാവരോടും പറഞ്ഞു നടക്കായിരുന്നു. മണി 10 11 ഇതുവരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് വണ്ടി കുരുങ്ങുന്ന കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചപ്പാത്തിയും നല്ല ചിക്കൻ കറിയും പിന്നെ പാസ്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും തിന്നിട്ടാ. അവസാനം പാസ്ത ഞാൻ സ്പൂൺ വെച്ച് എങ്ങനെയൊക്കെയോ തിന്നും. പിന്നെ എൻ്റെ അമ്മക്ക് എൻ്റെ സ്വഭാവം അറിയുന്ന കാരണം ടൈഗർ ബാമും പിന്നെ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലവേദന കാരണം ഞാൻ ആ ടൈഗർ ബാം തേച്ചു. പിന്നെ എനിക്കെന്തോ വൊമിറ്റിങ് വരുന്ന പോലെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്ര ലോങ് പോയാലും ഞാൻ വൊമിറ്റിങ് ചെയ്യില്ല. ജസ്റ്റ് എനിക്ക് ആ ഫീല് വരിക മാത്രമേ കിട്ടും. വൊമിറ്റിങ് എന്തായാലും ചെയ്യില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ തലവേദനിക്കാൻ തുടങ്ങി, ഉറക്ക് വരാൻ തുടങ്ങി, മൊത്തത്തിൽ ഭ്രാന്താവാൻ തുടങ്ങി. കാരണം കുറേ സമയം ട്രാവലിങ്, 7:30 കയറിയത്, ഇതുവരെ വാഷ്റൂമും കൂടി നിർത്തിയിട്ടില്ല. പിന്നെ വെള്ളം കുടിച്ചു വിശപ്പ് കാരണം. പിന്നെ അമ്മ കുറേ മുട്ടായെല്ലാം ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി കുറേ തിന്നു വിശപ്പ് മാറുന്നില്ല. വാഷ്റൂം നിർത്തിയിട്ടില്ല അവർ. 7:30 ഞാൻ കയറിയ ബസ് വാഷ്റൂം നിർത്തിയത് 2:30 എങ്ങാനോ. ആ 2:30 ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ മുട്ടായൊക്കെ വരുത്തുന്നത്. വണ്ടി ഒരു അരമണിക്കൂർ അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. നിർത്തിയ സമയത്ത് വാഷ്റൂം പോയി. ഹോട്ടലൊക്കെ ക്ലീൻ ഉണ്ടായിരുന്നു വാഷ്റൂമിൻ്റെ. പിന്നെ ഇതൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എൻ്റെ സ്ഥലത്തേക്ക് റീച്ചായി. അങ്ങനെ ഇത്രയും പരിശ്രമത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂർ എത്തുകയാണ്. അങ്ങനെ ഞാൻ അവസാനം PGയിലെത്തി. അപ്പോൾ നാളെ കാണാം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ.